അലൈഹി വസല്ലം. അവിടുത്തെ ഔറത്ത് മരിക്കുന്ന കാലം വരെ ആരും കണ്ടിട്ടില്ല, ഭാര്യമാര് പോലും കണ്ടിട്ടില്ല. അവിടെ നിന്ന് ചരിത്രം പറയുന്നുണ്ട്, ആയിഷ ബീബി റളിയല്ലാഹു തആല അവിടെ നിന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ ഔറത്തുകൾ പരസ്പരം കണ്ടിട്ടില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിസർജനം നടത്തിയാൽ അത് ഭൂമി വിഴുങ്ങുമായിരുന്നു. ഇത്രയ്ക്കും പരിശുദ്ധനാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയും വലിയ പരിശുദ്ധനായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. എന്റെ പ്രിയമുള്ളവരെ, സ്നേഹിച്ചാൽ ഇങ്ങനെയുള്ള പ്രവാചകനെയാണ് സ്നേഹിക്കേണ്ടത്. മനസ്സിന്റെ ഉള്ളിൽ അല്ലാഹ് മരിക്കുന്ന കാലം വരെ കൊണ്ട് നടക്കേണ്ടത് ഈ പ്രവാചകനെയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ നമ്മൾ നബിയെ സ്നേഹിച്ചില്ലെങ്കിലും, നമ്മൾ ആരും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചില്ലെങ്കിലും പ്രവാചകനെ നമ്മളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകനെ നമ്മളോട് വല്ലാത്ത മഹബ്ബത്തായിരുന്നു. ഓരോ മനുഷ്യനും തോന്നുമായിരുന്നു, പ്രവാചകൻ എന്നോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന്. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതാ ഒരു സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അയ്യുന്നാസി അഹബ്ബു ഇലൈക യാ റസൂലല്ലാഹ്, ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാണ് നബിയേ? ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് ഒരനുചരം ചോദിക്കുകയാ, ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബ, എനിക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകന് ഏറ്റവും ഇഷ്ടം ആയിഷ ബീവിയായിരുന്നു. സഹാബി ചോദിച്ചു, നബിയേ, ആണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ആരെയാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എന്റെ ആയിഷയുടെ പിതാവിനെയാ. അബൂബക്കർ അബൂബക്കറിനെയാണ് എനിക്ക് ആണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം. സഹാബി പിന്നെയും ചോദിച്ചു, പിന്നെ ആരാ നബിയേ? അവരെന്ന് പറഞ്ഞു, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെയാണ് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, മറ്റുള്ള ഭാര്യമാരുടെ ശരീരത്തുകയാണ്. പ്രവാചകനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആയിഷാനെയാണ്. എല്ലാവരും കൂടെ ചർച്ചയായി. പ്രവാചകന്റെ മുന്നിൽ പോയി ചോദിക്കാൻ ആർക്കും ധൈര്യമില്ല. പ്രവാചകന് ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ് കാണിച്ചെന്ന് ഒരിക്കലും പറയരുത്. ചില കാര്യങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയാണ്. ചില കാര്യങ്ങളിൽ ചില ഭാര്യമാരോട് അവരുടെ സ്വഭാവങ്ങൾക്കനുസരിച്ച് പ്രവാചകന് സ്നേഹം കാണിക്കുമായിരുന്നു. ഖദീജ ബീവിയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യമാര് മുഴുവനും തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് എല്ലാവരും കൂടെ പറഞ്ഞു, ഫാത്തിമ, നിന്റെ വാപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടം നിന്നെയല്ല, അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആയിഷാനെയാണ്. അതുകൊണ്ട് നീ ഇതിനെക്കുറിച്ച് നിന്റെ പിതാവിനോട് ചോദിക്കണേ. എല്ലാവരും കൂടെ ഫാത്തിമ ബീവിയെ പിതാവിന്റെ മുന്നിലേക്ക് പറഞ്ഞു വിടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് തന്റെ കരളിന്റെ കഷ്ടമായ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, വാപ്പാ, ഏറ്റവും കൂടുതൽ സ്നേഹം ആയിഷ ബീവിയോടാണോ വാപ്പാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്നറിയുമോ? മോളെ ഫാത്തിമ, നിനക്ക് എന്നെ ഇഷ്ടമാണോ ഫാത്തിമ? എന്നോട് നിനക്ക് സ്നേഹമുണ്ടോ ഫാത്തിമ? ആയിഷ ഫാത്തിമ ബീവി പറഞ്ഞു, വാപ്പാ, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫാത്തിമ, എനിക്ക് ആയിഷാനെ വല്ലാത്ത ഇഷ്ടമാ. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആയിഷാനെയും സ്നേഹിക്കണമെന്ന് തന്റെ പ്രിയപ്പെട്ട പൊന്നുമകളോട് പറയുന്നു. ആയിഷ ബീവിക്ക് ഇത് കേൾക്കുമ്പോ വല്ലാത്ത സന്തോഷമായിരുന്നു. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന് സന്തോഷത്തോടുകൂടി വീടിന്റെ അകത്തേക്ക് കിടന്നു വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല പ്രവാചകന്റെ മടിയിൽ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിലേക്ക് തല വെച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിയിലേക്ക് തല വെച്ചിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടി അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. ആയിഷ പറഞ്ഞു, പോരെ നബിയേ, ഇപ്പൊ ഇവിടെ വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ.